ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. ഉണർത്തണ്ടെന്ന് കരുതി. നീ ആകെ ഭയന്നുമിട്ട് സ്വപ്നം കണ്ടു അല്ലേ? ദുസ്വപ്നങ്ങളാണല്ലോ ഇപ്പോഴെന്റെ കൂട്ടുകാർ. ഓർമ്മകൾ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രേതങ്ങളാണ്. ആവശ്യമില്ലാത്ത വായന, മനസ്സിൽ കുഴപ്പം വിതയ്ക്കുന്ന ചില പ്രത്യേകതരം പുസ്തകങ്ങൾ പിന്നെ എങ്ങനെ ദുസ്വപ്നം കാണാതിരിക്കും? നിങ്ങളൊക്കെ തന്നെയല്ലേ എന്നെ ഇത്തരം പുസ്തകങ്ങൾ വായിക്കാൻ പഠിപ്പിച്ചത്? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഉദ്ഘാടനമാണെന്ന് ഓർമ്മിച്ചോണം. നീ വരാതെ പറ്റില്ല. എന്നെ ഒഴിവാക്കിക്കൂടി രാമകൃഷ്ണേട്ടാ? എനിക്കൊന്നും കേൾക്കണ്ട. നീ വന്നാലേ ജനമിളകൂ. വൈകിട്ട് കാണാം. വരട്ടെ. നീ എന്താ രാമകൃഷ്ണൻ മീറ്റിങ്ങിന് പോകുന്നില്ലേ? എന്താ കേട്ടില്ലേ? നിന്നോടാ ചോദിച്ചേ. ജോണിക്കുട്ടി, എല്ലാരെയും പോലെ അല്ല രാമകൃഷ്ണൻ. അദ്ദേഹം ചെയ്തതൊന്നും മറക്കരുത് ചായ. അത് തന്നെ ജോസൂട്ടി എന്റെയും ശാപം. ഒന്നും മറക്കാനാവുന്നില്ല. Hold me on, Jesus. Leave me not, Jesus. Hold me on, Jesus. Leave me not, Jesus. Hold me on, Jesus. Leave me not, Jesus. എൻചാൻഡിങ് മ്യൂസിക്. റൂബിയുടെ പാട്ടാണ് ശരിക്കും എന്നെ വീഴ്ത്തിയത്. എന്നാ വരൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് പാടാം. പണ്ടത്തെ കുട്ടികളെ പോലെ. യഹോവ കാണട്ടെ, കേൾക്കട്ടെ, കനിയട്ടെ. യഹോവ കനിയാനോ? എന്നോടോ? ഞാനൊരു അവിശ്വാസിയാണെന്ന സത്യം യഹോവയ്ക്ക് അറിയില്ലേ? അത് വേണ്ടാട്ടോ. യഹോവയോട് മാത്രം കളിക്കണ്ട. എന്തിനാ ജോണിക്കുട്ടി ഇങ്ങനെ രാഷ്ട്രീയം കളിച്ച് സമയം കളയുന്നത്? പഠിച്ചു വളർന്ന് ഒരു നല്ല ജോലി നേടിയാലല്ലേ എന്നെ കെട്ടാൻ പറ്റൂ. എൻ്റെ അപ്പച്ചൻ്റെ സ്വഭാവം ജോണിക്കുട്ടിക്ക് നല്ലോണം അറിയാലോ. ഓ, നിന്റെ ഒരു അപ്പച്ചൻ. നിന്റെ അപ്പച്ചൻ എനിക്കൊരു പ്രശ്നമല്ല. അങ്ങയുടെ പണവും പ്രശ്നമല്ല. അപ്പൊ ഞാനോ? നീ ഒരല്പം പ്രശ്നമാണ്. ജോണിക്കുട്ടി, ഇതങ്ങനെ വെച്ചു ഉറപ്പിക്കാൻ പറ്റില്ല. അവന്മാര് നമ്മൾ ബുക്ക് ചെയ്ത മാതിരി പോസ്റ്റർ ഒട്ടിച്ചു. ചോദിക്കാൻ ചെന്ന് എന്നെ ഒരു തല്ലി. ആരാ നിങ്ങൾ തല്ലിയത്? വാ.
ശിവൻകുട്ടി, പോരിന് തന്നെയാണോ നിങ്ങളുടെ പുറപ്പാട്? മനസ്സിലായില്ല. ചങ്ങാതിക്ക് അല്പം കൂടെ വിശദമായി പറഞ്ഞൂടെ? രാഘവ മുതലാളിയുടെ മതിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. എക്കാലത്തും ഞങ്ങളെ അവിടെ മുദ്രാവാക്യം എഴുതിയിട്ടുള്ളൂ. അപ്പോ രാഘവൻ മുതലാളിയാണ് നിന്റെ അച്ഛൻ. സക്രിയയുടെ മോനാണ് നീ എന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്, അല്ലേ? വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വഞ്ചകരെ ഒറ്റപ്പെടുത്തുക, വഞ്ചകരെ ഒറ്റപ്പെടുത്തുക. പകരം ഞങ്ങൾ ചോദിക്കും, പകരം ഞങ്ങൾ ചോദിക്കും. വഞ്ചകരെ ഒറ്റപ്പെടുത്തുക, വഞ്ചകരെ ഒറ്റപ്പെടുത്തുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വഞ്ചകരെ ഒറ്റപ്പെടുത്തുക, വഞ്ചകരെ ഒറ്റപ്പെടുത്തുക. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വഞ്ചകരെ ഒറ്റപ്പെടുത്തുക. പകരം ഞങ്ങൾ ചോദിക്കും, പകരം ഞങ്ങൾ ചോദിക്കും. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വഞ്ചകരെ ഒറ്റപ്പെടുത്തുക, വഞ്ചകരെ ഒറ്റപ്പെടുത്തുക. പകരം ഞങ്ങൾ ചോദിക്കും, പകരം ഞങ്ങൾ ചോദിക്കും. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്. പകരം ഞങ്ങൾ ചോദിക്കും, പകരം ഞങ്ങൾ ചോദിക്കും. അടയടാ എല്ലാവരും, ഒരുത്തനും വിടരുത്. ഒരുത്തനെയും വിടണ്ട. വരില്ല. അച്ചായന് കിടക്കണോ? വേണ്ട ജോസൂട്ടി. ഇന്ന് ഞായറാഴ്ചയല്ലേ? ഞാനും അമ്മച്ചിയും പള്ളി പോവാ. മണിക്ക് കഴിക്കേണ്ട മരുന്നാ. ഞങ്ങൾ വരാൻ താമസാലെന്ന് വിചാരിച്ച് ഓർമ്മിപ്പിക്കുക.
ആ ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് കൊടുത്തയച്ച പുതിയ മരുന്നാ. കഴിക്കാൻ മറക്കല്ലേ മോനെ. ഞങ്ങൾ വേഗം വരും. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പാപ്പച്ചനുണ്ടല്ലോ ഇവിടെ. വാ മോനെ. ഞാനിവിടെ നിൽക്കണോ? അടുക്കളയോട് പൊക്കോട്ടെ. ആ ശരി. ആരോ കാറിൽ വന്നിരിക്കുന്നു. ആര്? ഒരാളും സ്ത്രീയും കുട്ടിയും. പാപ്പച്ച, കസേര എടുക്ക. ഇരിക്കൂ. ഇതൊരു നിത്യരോഗിയുടെ മുറിയാണ്. ഏറെ സൗകര്യമൊന്നും പ്രതീക്ഷിക്കരുത്. ജോണിക്കുട്ടി, ഇത് ഞാനാ. നീ എന്നെ ഓർമ്മിക്കുന്നില്ലേ? ശിവൻകുട്ടി, നീ എന്താ ചോദിച്ചേ? ഓർമ്മിക്കുന്നില്ലെന്നോ? മറക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഈ തളർന്ന കാലുകളും ഈ വീൽ ചെയറും നിനക്കൊരിക്കലും മാറ്റാനാവില്ലെന്നറിയാം. എന്നാലും മാപ്പ് തരൂ ജോണിക്കുട്ടി. അറിവില്ലാത്ത കാലത്ത്. എന്തു മാപ്പ് ശിവൻകുട്ടി? അന്ന് കുത്തിവീഴ്ത്തിയ ദിവസം നിന്നെ കിട്ടിയിരുന്നെങ്കിൽ എന്റെ സംഘക്കാർ എന്തു ചെയ്യുമായിരുന്നെന്ന് അറിയാമോ? മാപ്പ് ചോദിക്കാൻ നീ ബാക്കി ഉണ്ടാവുമായിരുന്നോ? നീ രാജ്യം വിട്ട് ഗൾഫിലേക്ക് കടന്നു. പക്ഷേ നിന്റെ കൂടെ ഉണ്ടായിരുന്ന മുകുന്ദനില്ലേ, അവന്റെ ശവം അടുത്ത ദിവസം കായലിൽ പൊന്തി. കഷ്ടം. എത്ര കുരുതികൾ. പണ്ട് തമ്മിലടിച്ചവർ വീണ്ടും ഒത്തുചേരുന്നു. നഷ്ടം മരിച്ചവരുടെ വീട്ടുകാർക്ക് മാത്രം. സൗകര്യങ്ങളൊന്നുമില്ല. ഒരാശുപത്രി മുറി പോലെ. മരണത്തിന്റെ മണവും ഉണ്ടാവും. വരുമോനെ, വാ. മോന്റെ പേരെന്താ? ജോണിക്കുട്ടി. അത് ഈ അങ്കിളുടെ പേരല്ലേ? ഞാൻ ചോദിച്ച മോന്റെ പേരെന്തെന്നാ? എന്റെ പേരാ ജോണിക്കുട്ടി. മൈ നെയിം ഈസ് ജോണിക്കുട്ടി. ഇവന്റെ പേര് ഒരു കുറ്റബോധത്തിന്റെ ഓർമ്മക്കുറിപ്പ് മാത്രമാണ് ജോണിക്കുട്ടി. ആ പേര് വിളിക്കുമ്പോഴൊക്കെ പണ്ട് ചെയ്തു പോയ ഒരു മഹാപാപത്തെപ്പറ്റി മനസാക്ഷിയിൽ നൊമ്പരപ്പിക്കുന്ന ഒരു മുഴക്കം. അതെന്റെ ഒരു സ്വകാര്യ പ്രായശ്ചിത്തം, അത്രമാത്രം. 12 വർഷമായി ഷാർജയിലായിരുന്നു. പണവും പണം കൊണ്ട് നേടാവുന്നതും എല്ലാം നേടി. ഒന്നു മാത്രം കിട്ടിയില്ല. നിനക്ക് മാത്രം തരാൻ കഴിയുന്ന ആ ഒന്ന്. അതിനുവേണ്ടി മാത്രമാണ് ഇവരെയും കൂട്ടി ഞാൻ വന്നത്. ഒരുപക്ഷെ നിനക്ക് തരാനാവില്ലായിരിക്കും. എനിക്കത് മനസ്സിലാവും. എല്ലാം സഹിക്കാൻ ഞാൻ ആര്? സർവം സഹയായ ഭൂമിയോ ശിവൻകുട്ടി?
സർവസാക്ഷിയായ ദൈവമോ? എനിക്ക് വേണ്ടി ഒരു നിമിഷത്തേക്ക് നീ ഇത് രണ്ടുമാകണം. ക്ഷമിച്ചു എന്നൊന്ന് പറയൂ ജോണിക്കുട്ടി. ഞാൻ ആരാ നിന്നോട് ക്ഷമിക്കാൻ? എന്നോട് ആര് ക്ഷമിക്കും? അമ്മച്ചിയോ? അനിയനോ? കായലിൽ പൊന്തിയ മുകുന്ദന്റെ മൃതദേഹമോ? അവന്റെ അനാഥരായ അച്ഛനമ്മമാരോ? ചരിത്രമോ ദൈവമോ നമുക്ക് മാപ്പ് തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഇവനോട് മാപ്പിരക്കാം. ശൈശവത്തിന്റെ അറിവില്ലായ്മയിൽ ഒരുപക്ഷെ ഇവനത് നൽകിയെന്ന് വരാം. ചായയോ കാപ്പിയോ കൊണ്ടുവരാൻ പറയട്ടെ? അമ്മച്ചിയും അനിയനും പള്ളിയിൽ പോയിരിക്കുക. ജോലിക്കാരനുണ്ട്, വിളിക്കാം. വേണ്ട, ഇപ്പൊ ഒന്നും വേണ്ട. കഴിച്ചിട്ട് ഇപ്പൊ ഇറങ്ങിയതേ ഉള്ളൂ. ഈ കുട്ടിക്കെങ്കിലും. വേണ്ട ജോണിക്കുട്ടി, ഇപ്പോഴൊന്നും വേണ്ട. ഇവനൊന്നും കഴിക്കാറില്ല. വാ പോവാം. മടങ്ങുന്നതിന് മുമ്പ് വീണ്ടും കാണാം. നമ്മുടെ റൂബി റബേക്ക തോമസ് അല്ലേ? അവളിപ്പോ കഴിഞ്ഞ ജന്മത്തിലെ കഥയല്ലേ? കഥാപാത്രങ്ങൾക്ക് ഇനി എന്ത് പ്രസക്തി? എന്തു പറ്റിയെന്ന് പറയൂ ജോണിക്കുട്ടി. ഒന്നും പറ്റിയില്ല, അവളും പോയി, അത്ര തന്നെ. പോയി? ഞാനും ഉപദേശിച്ചു പോകാൻ, ഈ മരണത്തിന്റെ മണത്തിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ. ഇപ്പോൾ അമേരിക്കയിൽ ഡോക്ടർ ഡിക്രൂസിന്റെ ഭാര്യയാണ്. വികലാംഗനായ ഈ രോഗിയെ കാണാൻ ഭാര്യയും ഭർത്താവും കൂടി വന്നിരുന്നു. എല്ലാ ദുരന്ത കഥകളിലും ഒടുവിൽ ഒരാൾക്ക് രക്ഷപ്പെടാം. ഇവിടെ നായികയ്ക്കാണ് ആ ഭാഗ്യം. രക്ഷപ്പെട്ടോളൂ. പതിവ് നായകനെ പോലെ ഞാനിവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞോളാം. പൊയ്ക്കോളൂ, പോകൂ. ജോണിക്കുട്ടി, നിനക്ക് ഞാൻ തന്ന വിധി അല്ല ശിവൻകുട്ടി, നമ്മൾ സ്വയം ഏൽപ്പിച്ച വിധി, നമ്മുടെ തലമുറയുടെ വിധി. ശാപം കിട്ടിയ പേരാ നീ ഈ കുട്ടിക്കിട്ടിരിക്കുന്നത്. വിധി, ശാപം കിട്ടിയ പേരാ നീ ഈ കുട്ടിക്കിട്ടിരിക്കുന്നത്. ഇവനെങ്കിലും ആ ശാപം ഫലിക്കാതിരിക്കട്ടെ. ശിവൻകുട്ടി, കഴിയുമെങ്കിൽ എന്നെ എടുത്ത് ഈ കട്ടിലൊന്ന് കിടത്തിയിട്ട് പോകൂ.